ശ്രുതി, ജ്യോതി മൽഹോത്രയുടെ വ്ലോഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP വളരെ നിശിതമായ വിമർശനമാണ് നടത്തിയത്. ഷെഹ്സാദ് പൂനാവാല അടക്കം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഒരു സ്ഥലത്ത് ഭാരതാംബയ്ക്ക് വിലക്കേർപ്പെടുത്തുന്നു, മറ്റൊരു സ്ഥലത്ത് ചാരവനിതയായ ജ്യോതി മൽഹോത്രയ്ക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് റിയാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ് നടത്തിയത്. പ്രകാശ് ജാവദേക്കർ വിമർശിക്കുന്നു, കെ സുരേന്ദ്രൻ വിമർശിക്കുന്നു. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിട്ട വീഡിയോയിൽ വന്ദേ ഭാരതിൻ്റെതടക്കമുള്ള പ്രൊമോഷൻ വീഡിയോകളിൽ ഈ ജ്യോതി മൽഹോത്ര പങ്കെടുത്തിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രിയായിരുന്ന മുരളീധരനുമായിട്ട് അവർ സംഭാഷണം നടത്തുന്ന ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആരോപണം ചാരമായോ? യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസ് എന്ന പേരിനെയാണ് BJP ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പേരുള്ളൊരു കേരളത്തിലെ മന്ത്രി, അതിനോട് പാകിസ്ഥാൻ ചാരപ്രവർത്തനം എന്നൊക്കെ ചേർത്ത് വെച്ചാൽ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ രൂപത്തിലേക്ക് അത് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്നും ദേശീയ വക്താവ് പ്രതികരിച്ചത്. ജാവദേക്കർ പറയുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയത് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. ഏജൻസികൾ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നടക്കമുള്ള വാർത്തകളാണ് വന്നിരുന്നത്. ഈ പറഞ്ഞ BJPയുടെ ദേശീയ വക്താവിൻ്റെ പ്രതികരണവും വരികയാണ്. അപ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ നടത്തുമ്പോൾ അവസാനം മുഹമ്മദ് റിയാസ് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പറ്റിയ വീഴ്ച എന്ന് വെച്ചാൽ ഈ തരത്തിൽ ഒരുപാട് ഫോളോവേഴ്സുള്ള ആളുകൾ, അങ്ങനെയുള്ളവരെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് സ്വാഭാവികമായും ഒരു ടൂറിസം വകുപ്പ് ആലോചിക്കുന്നു. അങ്ങനെ ടൂറിസം വകുപ്പ് ആലോചിക്കുമ്പോൾ അത് നേരിട്ടല്ല നടത്തുന്നത്, ഏജൻസി വഴിയാണ്. ഏജൻസി നല്ല ഫോളോവേഴ്സുള്ള 41 വ്ളോഗർമാരെ കണ്ടെത്തുന്നു. അപ്പോൾ അവരെ ഉപയോഗിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ അവരുടെ ക്രെഡിബിലിറ്റി എന്താണ്? ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവർ പറയുന്നതെല്ലാം ശരിയാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. വായിൽ തോന്നിയത് പറയുന്നവരെ കേൾക്കാനും ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫോളോവേഴ്സിൻ്റെ എണ്ണമല്ല അതിൻ്റെ ആധികാരികത നിശ്ചയിക്കുന്നത് എന്നൊരു പാഠമാണ് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. ഈ തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏജൻസികൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആ ഏജൻസിക്ക് ഉണ്ടാകും എന്നുള്ളൊരു ഗൗരവത്തിലുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ആ പാഠങ്ങൾ സർക്കാർ പഠിക്കേണ്ടതുണ്ട് എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഈ ചാരപ്രവൃത്തിയുമായൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുക, സംസ്ഥാനത്തിലെ ഒരു മന്ത്രി പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ആളെ ഇവിടെ ക്ഷണിക്കുന്നു, അതിന് സഹായിക്കുന്നു എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനം, അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമൊക്കെ ഒരു വലിയ ആയുധമായിട്ടാണ് BJP പ്രതീക്ഷിച്ചു വച്ചിരുന്നത്. കെ സുരേന്ദ്രൻ പറയുകയും ചെയ്തു, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അന്നതാരും ശ്രദ്ധിച്ചില്ലല്ലോ, ഇപ്പോഴാണ് BJP ദേശീയ നേതൃത്വത്തിൽ പ്രതികരണം വരുന്നത് എന്ന രൂപത്തിലുള്ള സുരേന്ദ്രൻ്റെ പ്രതികരണം, ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ഉറയിൽ നിന്ന് എടുക്കുമ്പോഴേക്കും ആയുധം ഒടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ്. ആ കാഴ്ച പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? 2023 വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനം. ആ ഉദ്ഘാടനത്തിൽ മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. ആ ട്രെയിനിൽ അവിടെ സുരേന്ദ്രനുമുണ്ട്. അവിടെ ഈ ട്രെയിനിനെ കുറിച്ച്, ഗുണഗണങ്ങളെക്കുറിച്ച് ജ്യോതി മൽഹോത്ര ചോദിക്കുന്നു. വളരെ വിശദമായി തന്നെ മുരളീധരൻ പറയുന്നു. അപ്പോൾ ചാരവനിതയാണെന്ന് അറിഞ്ഞിട്ടാണോ ഇത്ര വിശദമായി അവരോട് സംസാരിക്കാൻ മുരളീധരൻ തയ്യാറായത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് അവിടെ ജ്യോതി മൽഹോത്ര എത്തിയത്? ആ ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അതിന് BJP നേതൃത്വം മറുപടി പറയണ്ടേ? അപ്പോൾ ജ്യോതി മൽഹോത്രയെ ആരാണെന്ന് അന്വേഷണം ആരാണ് നടത്തിയത്? ആരാണ് ജ്യോതി മൽഹോത്രയെ വന്ദേ ഭാരതിൽ കയറ്റിവിട്ടതെന്ന് ചോദ്യമുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഈ പറയുന്ന പറ്റിയ പിഴവുകൾ വേറെയാണ്. ആ പിഴവ് ചാരപ്രവർത്തനമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പിഴവാണ്. അതിൽ ഈ പറഞ്ഞ ഗൗരവത്തിലുള്ള വിഷയം ഇല്ല, ആ രൂപത്തിലുള്ള വിഷയമില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മുടെ പ്രതിപക്ഷം മനസ്സിലാക്കിയിരിക്കുന്നതല്ല. വളരെ മാന്യമായ പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് വന്നത്. ഇവിടെ ചാരപ്രവൃത്തി നടത്തുന്നവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുമെന്ന് കരുതുന്നില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു. അപ്പോൾ അതൊരു ഗൗരവത്തിലുള്ള പ്രതികരണമായി തന്നെ അതിനെ കാണുകയാണ്. അപ്പോൾ ഇതൊരു ആയുധമാക്കാനുള്ള ശ്രമം അവിടെ നടന്നു. ആ ആയുധം പൊളിയുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇപ്പോൾ അറിയില്ല ഈ ജ്യോതി മൽഹോത്രയുടെ പങ്ക്. നമുക്കിപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണല്ലോ ഈ വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നത്. അവരുടെ ഒരു പങ്കിനെ കുറിച്ച് അറിയുന്നു. അവർ ഇവിടെ കേരളത്തിലെ അടക്കം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെത്തി വീഡിയോസ് ഇട്ടു എന്ന് പറയുന്നു. പക്ഷേ ഈ വീഡിയോസ് ഇടുമ്പോഴും ഈ പറയുന്ന കൊച്ചിയിലെത്തിയിട്ടുണ്ട്, ഡിഫൻസിൻ്റെ സ്ഥലങ്ങളിലെത്തിയിട്ടുണ്ട്, അതുപോലെ പ്രധാനപ്പെട്ട കപ്പലുകളുടെ മുന്നിൽ നിന്ന് പടങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെയും അതിനകത്തേക്ക് കയറിയിട്ടുള്ള ദൃശ്യങ്ങളൊന്നും ഇവർക്കൊന്നും സാധ്യമല്ല. അത് നമുക്ക് അറിയില്ല. അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. നമുക്ക് അറിയുന്ന വിവരങ്ങളിൽ അതില്ല. പിന്നെ ഇവർ പറഞ്ഞായിട്ട് നമ്മൾ കേൾക്കുന്നത് പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഒരു പാകിസ്ഥാനിയെ കല്യാണം കഴിക്കണം, പാകിസ്ഥാൻ വളരെ മനോഹരമായ സ്ഥലമാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടൊരു ചാരവനിതയാകുമോ എന്നുള്ള വിഷയം അവിടെ നിൽക്കും. നമുക്കറിയില്ല എത്രത്തോളം അതിൽ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്. ഒരു പക്ഷേ ആയിരിക്കാം. അവരിപ്പോഴും ഇപ്പോൾ തടവിൽ കഴിയുകയാണ്, അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചാരപ്രവർത്തനം ഇതിനും ഗൗരവത്തിൽ നടന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്, അല്ലേ? നേരത്തെ രവീന്ദർ സിംഗ് റോയൽ ഓഫീസറായിരുന്നു, CIAക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തി, അതിൽ ഡബിൾ ഏജൻ്റ് ആയിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം അവിടെ അമേരിക്കയിൽ കൊല്ലപ്പെടുന്നു. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു ചാരപ്രവർത്തിയുമായി കേൾക്കുന്ന പേര് എലി കോഹൻ എന്നുള്ള പേരാണ്. അത് ഈജിപ്തിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഇസ്രയേൽ ചാരനായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മൊസാദിൻ്റെ
ചാരനായി തന്നെ അവിടെ പ്രവർത്തിക്കുക. അതെങ്ങനെയാണ്? സിറിയയിൽ പോയി 61-65 കാലത്താണ് സിറിയയിൽ പോയി അവിടെ പ്രവർത്തിക്കുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ബാത്ത് പാർട്ടിയുമായി നല്ല ബന്ധമുണ്ടാക്കുന്നു, അവിടെ പൊതു സ്വീകാരനാകുന്നു. ആ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ നന്നായി പ്രവർത്തിച്ച് അവരിൽ ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിലാണ് ആ ചാരപ്രവർത്തനം പിടിക്കപ്പെടുന്നത്. അദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? അദ്ദേഹത്തെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് തൂക്കിക്കൊല്ലുകയായിരുന്നു. അതൊക്കെ അത്ര ഭയങ്കര, നമ്മൾ കേട്ടിട്ടുള്ള ചാരപ്രവർത്തനത്തിന് അത്രയും മൂർധനത്തിലായ കാര്യമാണ്. ഇപ്പോൾ ഇതൊരു സ്ത്രീ കുറേ വീഡിയോസ് ഇട്ടു എന്ന രൂപത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ചാരപ്രവർത്തനം യഥാർത്ഥത്തിൽ നടന്നുണ്ടോ അതിൻ്റെ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടതുമാണ്. പക്ഷേ ഈ രാഷ്ട്രീയ ആരോപണം അവിടെ ചീറ്റിപ്പോയി എന്നുള്ളതാണ്. ആ ചീറ്റിപ്പോകുമ്പോൾ അപ്പുറത്ത് പ്രതിരോധത്തിലാകുന്നത് വി മുരളീധരനും കെ സുരേന്ദ്രനാണ് എന്ന് പറയുമ്പോൾ ആ ദൃശ്യങ്ങൾ എവിടെ നിന്ന് പുറത്തു വന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യം വരുമ്പോൾ ഒരുപക്ഷേ BJPക്ക് അകത്തു നിന്ന് തന്നെയാണോ എന്ന ചോദ്യം അവിടെ സംശയത്തിൽ നിൽക്കുകയാണ്. കാരണം അതിനകത്തുള്ള ആഭ്യന്തര തർക്കങ്ങൾ പരസ്പരം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു നിർണായക ഘട്ടത്തിൽ ഈ രണ്ട് നേതാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്? അതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നൊരു അന്വേഷണം ആഭ്യന്തരമായി BJPക്കകത്ത് ഇപ്പോൾ ഈ ആരോപണ വിധേയരെ അല്ലെങ്കിൽ ഇപ്പോൾ നാണക്കേടിലേക്ക് ആയിരിക്കുന്ന നേതാക്കൾ സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ വളരെ ഇന്ന് മോർണിംഗ് ഷോയിലല്ലേ റിയാസ് വളരെ വിശദമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പക്ഷേ ഈ പറഞ്ഞ 75 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നു ഇത്തരം പരിപാടികൾക്ക് വേണ്ടി. 75 ലക്ഷം രൂപ ചെലവഴിക്കുന്നു. അത് പൊതു ഖജനാവിൽ നിന്ന് എടുക്കുകയാണല്ലോ. അപ്പോൾ ഒരു വകുപ്പിൻ്റെ ഒരു നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നടക്കം ആളുകളെ ആകർഷിക്കാനുള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. ആ പരിപാടി നടത്തുമ്പോൾ ഉത്തരവാദിത്തത്തോടു കൂടി ആ പൈസ അങ്ങോട്ട് ചെലവഴിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ എത്രത്തോളം അതിന് യോഗ്യരാണ്, പ്രാപ്തരാണ് എന്നൊരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട് എന്നൊരു പാഠം പഠിക്കുന്നു എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം ചീറ്റിപ്പോയിരിക്കുന്നു. ഇത്തരം ദുരാരോപണങ്ങളുമായി വരുന്നവർ എങ്ങനെയെങ്കിലുമൊക്കെ പൊളിഞ്ഞു പോകുമെന്നുള്ള പാഠമാണ് ഇതിൽ നിന്നും BJP പഠിക്കേണ്ടത്. ഓക്കെ, Meet the editors.